ഇത് ഉസ്താദ് ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഉസ്താദ് ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ കാണുന്നത്. നമ്മളവിടേക്ക് പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതാണ് കേട്ടോ പള്ളിച്ചോറ്. ഇത് ചട്ടിച്ചോറ് ബീഫ്. കുലിക്ക് സർവത്ത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഹാപ്പി ഡേ അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇവിടെ പാർക്കിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ എമറേറ്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കാണാൻ പറ്റും. ഇതാണ്. അപ്പോൾ ഇവിടെ ഇതാണ് പാർക്ക് കേട്ടോ. ഈ പാർക്കിൻ്റെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാർ ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. കണ്ട കുറേ ഒരുപാട് മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. പകലാകുമ്പോൾ നമുക്ക് ഈ ഗ്രീനിൽ തന്നെ കാണാൻ പറ്റും. നല്ല രസമാണ്. രാത്രി ഇവിടെ ഫുള്ള് ലൈറ്റെല്ലാം ഇട്ടിട്ട് നല്ല മഞ്ഞ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എൻട്രൻസിലേക്ക് കയറാം. എൻട്രൻസ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. ഇവിടെ ഊഞ്ഞാലും സ്ലൈഡും എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ പുല്ല് നട്ട് പൊട്ടിച്ചിട്ടാണുള്ളത്. നല്ല ബോർഡർ പോലെയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കുന്നുണ്ട്. ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. മരങ്ങളുണ്ട്. വേറൊരു പാർക്കാണിത് കേട്ടോ. പാർക്കിലും ഊഞ്ഞാലും
സ്ലൈഡും എല്ലാം ഉണ്ട്. നല്ല സൗകര്യമാണ്, നല്ല സ്പേസും ഉണ്ട്. ഇത് ഒരു അസറിൻ്റെ സമയമായത് കൊണ്ട് തന്നെ ആരും കാണാത്തത്, അല്ലെങ്കിൽ നല്ല കൊറോണക്ക് മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ആളുള്ള ഒരു പാർക്കാണിത്. സൂപ്പർ പാർക്കാണ്. നടക്കാനും കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്ക് ആയാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. ഫുൾ പച്ച പിടിപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാനും ഒക്കെ പറ്റും. ഇതവിടെ പാലെല്ലാം ആയിട്ട് നല്ല രസമാണ്. പിന്നെ കഴിക്കാനും ഫുഡ് കഴിക്കാനെങ്കിൽ അതും ഉണ്ട് ഏരിയ. അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് നല്ല ഫുട്ബോൾ കളിക്കാനൊക്കെ കഴിയുന്ന ഒരു പാർക്കാണിത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഉണ്ട്. നല്ല വലുപ്പമൊന്നുമല്ല, പക്ഷെ നമുക്ക് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണിത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ പാർക്കിൽ. നമ്മളധികം വരാറുണ്ട്. കൊറോണക്ക് മുമ്പ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ. എനിക്ക് നല്ലോണം ഇഷ്ടമായ ഒരു പാർക്കാണിത്. ഈ ഒരു പാർക്ക് UAE വന്നിട്ട് തന്നെ ഒരു വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയിൽ തന്നെ അവർ എല്ലാം ക്ലീൻ ചെയ്ത പോലെ ആയിട്ടാണ് പാർക്ക് കാണാറുള്ളത് എപ്പോഴും. പിന്നെ എന്താണ് പറയാനുള്ളത്, നിങ്ങളപ്പോൾ എൻ്റെ കൂടെ വാ, പാർക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളോ എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ ഇരിക്കാം. നമുക്ക് നടക്കാൻ പറ്റിയ ഇതാണ്. ക്ലൈമ്പിങ് ടോയ് ഇതെല്ലാം ഉണ്ട് ഇവിടെ. ഉണ്ടോ, കുട്ടികൾക്കായാലും ചെറിയ ബേബിക്ക് ഉള്ള ഊനാലടക്കം ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, 3 ആക്കി ഇരുന്നിട്ട് കളിക്കാൻ പറ്റിയ ഊഞ്ഞാല്. ഇതാണ് സ്ലൈഡ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത പോലെ, നല്ല അറേഞ്ച് ചെയ്ത് വെച്ച പോലെയാണ്. ഇവിടെ ഒരു കച്ചറയൊന്നും കാണാനുണ്ടാവില്ല. പിന്നെ ഇതന്നെ ഫുള്ള് പച്ചയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതന്നെ ഫുള്ള് മരങ്ങളും പച്ചയായിട്ട് ബോർഡറൊക്കെ ഇങ്ങനെ നല്ല കട്ട് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. ഇതാണ്. നമുക്കിത് കംപ്ലീറ്റ് നടന്ന് കാണാൻ പറ്റിയ ഒരു പാർക്കും കൂടിയാണ്. ഇതൊക്കെ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് കളിക്കാൻ പറ്റിയ കുട്ടികൾക്ക് ഫുള്ള് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. ഇങ്ങനെ കുട്ടികൾ വരുന്നുണ്ട്, കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. കാരണം ഇവിടെ അസർ ബാങ്ക് കൊടുത്തല്ലോ, വൈകുന്നേരമായാലും പാർക്കിൽ വരുന്ന ഒരു ടൈമാണ്. പിന്നെ നല്ല തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർക്കിലൊക്കെ നല്ല ആൾക്കാരുണ്ടാവും. പിന്നെ കൊറോണ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അവർ നമ്മളെ ടെമ്പറേച്ചറും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 2 മീറ്റർ അകലം പാലിക്കാനൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മാസ്ക് എല്ലാം യൂസ് ചെയ്യാനും സാനിറ്റൈസറും എല്ലാ സംഭവങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ട് തന്നെ ഉണ്ട്. എല്ലാ പാർക്കിൻ്റെ എല്ലാ ഇതൊക്കെ എൻട്രൻസ് ആണ് കേട്ടോ പാർക്കിലേക്ക്. സ്റ്റെപ്പായിട്ടും സ്ലൈഡായിട്ടും എല്ലാം ഉണ്ട്. സംഭവം അടിപൊളി പാർക്കാണ്. ഇതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഊഞ്ഞാല്. ഇത് കുറച്ച് വലിയ ആൾക്കാർക്കൊക്കെ ആടാൻ പറ്റിയ ഒരു ഊഞ്ഞാലാണിത്. നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. വേറൊരു ടൈപ്പ് ഊഞ്ഞാലാണ് അത് കേട്ടോ. അതായത് റൗണ്ട് ആയിട്ടാണ് അതിൻ്റെ ഒരു മൂൺ ഷേപ്പാണത്. കണ്ടോ, നല്ല സ്പീഡിൽ ആടാൻ പറ്റിയ ഒരു ഊഞ്ഞാലാണത്. ഇത് പലക പോലത്തെ. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നല്ല സ്പീഡിലിങ്ങനെ നല്ല സേഫായിട്ട് നമുക്ക് ആടാൻ പറ്റിയൊരു തരം ഊഞ്ഞാലാണ്. ഇത് കണ്ടോ, അടിപൊളി. ഇത് കണ്ടോ, ആൾക്കാരെല്ലാം ഇതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുന്ന് നല്ല എൻജോയ് ചെയ്ത് കഴിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ട്. ഇവിടെ അടുത്ത് തന്നെ പാർക്കും കുട്ടികൾക്ക് കളിക്കാനും എല്ലാം ഉണ്ടായതുകൊണ്ട് ഇവിടെയാണ് ഇങ്ങനെ സൗകര്യം അവരാക്കിയതും. ഇരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ. പിന്നെ അല്ലാണ്ട് തന്നെ സൈഡിലിങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ മരത്തിൻ്റെ അടുത്ത് തണലിൽ അവരിത് സീറ്റാക്കിയിട്ട് കണ്ടോ. അപ്പോൾ അത് നമുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ നല്ലോണം എൻജോയ് ചെയ്യാൻ. നടക്കുമ്പോൾ ടയർഡായെങ്കിൽ ഇങ്ങനെ തണലിൽ ഇരുന്നിട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ. പാർക്ക് ഫുള്ള് അറേഞ്ച് ചെയ്തതെല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ദുബായിൽ അൽത്തവാർ എന്ന് പറഞ്ഞാൽ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അടിപൊളി പാർക്കാണിത്, സൂപ്പറാണ്. കാണാത്തവരുണ്ടെങ്കിൽ വന്നിട്ട് കാണാം. UAE ഉള്ളവർക്കൊക്കെ കാണാൻ പറ്റിയൊരു പാർക്കാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ ടോയ്ലറ്റാണ് കേട്ടോ കാണുന്നത്. പിന്നെ നിസ്കാര റൂമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്താണ് ഇവിടെ അടുത്ത് തന്നെ പള്ളിയും ഉണ്ട് കേട്ടോ, പള്ളി സൗകര്യം. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പോൾ പോകാൻ പറ്റില്ല, അതുകൊണ്ടുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ അടിപൊളിയാണ് ഇവിടെ. വന്നാൽ തന്നെ നമുക്ക് നിസ്കരിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഇവിടുത്തെ ബാത്റൂം ആയാലും തന്നെ നല്ല ക്ലീനാണ് കേട്ടോ.
അപ്പോൾ എന്താണ് പാർക്കെന്ന് വിചാരിച്ച് അങ്ങനെ കച്ചറയൊന്നുമല്ല. ഇവിടെ അവർ ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്ലീനാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ ടോയ്ലറ്റ് ഒക്കെ പോകാനോ എല്ലാം നല്ല ഇതാണ്. ഇത് ഡസ്റ്റ്ബിന്നാണ്. ഇത് ഇപ്പോൾ എന്തെങ്കിലും വേസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ ഡസ്റ്റ്ബിന്നൊക്കെ യൂസ് ചെയ്യാനുള്ള ഇതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഇഷ്ടമായത് ഈ മരങ്ങളാണ്. എല്ലാ സൈഡും എന്ന് പറഞ്ഞ പോലെയാണ്, എല്ലാ ഭാഗത്തും ഇങ്ങനെ മരങ്ങളും ചെടികളുമായിട്ട് നല്ല ഭംഗിയാണ്. മുഞ്ചായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയത്തായാലും തണുപ്പ് സമയത്തായാലും നന്നായിട്ട് അവർ കെയർ ചെയ്തിട്ടുണ്ട് മരത്തിനെ. വേറൊരു പ്ലേ ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ കണ്ടോ കുട്ടി ഇങ്ങനെ ചുറ്റുന്നൊരിത്, ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. എല്ലാം കളിക്കുന്ന എല്ലാം തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾക്ക് വരെ കളിക്കാൻ പറ്റും. ഈവൻ ലേഡീസിനും ജെൻസിനും പോലും എൻജോയ് ചെയ്യാം. അത്രയും നല്ല അടിപൊളിയിലാണ് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. കണ്ടോ ഇത് കുറച്ച് അത് നേരത്തത് കുറച്ച് ചെറിയ കുട്ടികൾക്ക് പറ്റിയത്, ഇതെല്ലാം വലിയ വലിയ കുട്ടികൾക്ക് പറ്റിയ ടൈപ്പിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫുള്ള് സ്ലൈഡ് ആയാലും തന്നെ ഫുള്ള് അടിപൊളിയായിട്ട് ഉണ്ടോ. മൂന്നാലായാലും എല്ലാം ഉണ്ട് ഇവിടെ. ഫുള്ളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് എല്ലാ കാഴ്ച പാർക്കിൻ്റെ ഈ ഒരു ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ഫുൾ വ്യൂസും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഉണ്ടാവും ഇവിടെ നിന്ന് തന്നെയാണ് നിസ്കരിക്കുന്ന ഇമാമും ജമാഅത്തായിട്ട് ഇട്ടുണ്ട്. ഇവിടെയും ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും കാണുന്നുണ്ട് ആ ബോർഡ്. അപ്പം അങ്ങനെ കൊറോണൻ്റെ എല്ലാ ഡിസ്റ്റൻസും കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ആൾക്കാർ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. ഇവിടെ ഇതൊക്കെ ഉണ്ട്, പാർക്കിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാനുള്ള സീറ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഉണ്ടാവും ഇവിടെ നിന്ന് തന്നെയാണ് നിസ്കരിക്കുന്ന ഇമാമും ജമാഅത്തായിട്ട് ഇട്ടുണ്ട്. ഇവിടെയും ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും കാണുന്നുണ്ട് ആ ബോർഡ്. അപ്പം അങ്ങനെ കൊറോണൻ്റെ എല്ലാ ഡിസ്റ്റൻസും കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ആൾക്കാർ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. ഇവിടെ ഇതൊക്കെ ഉണ്ട്, പാർക്കിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാനുള്ള സീറ്റും കൂടി ഉണ്ട്. ഇത് നമ്മുടെ പായാണ് കേട്ടോ. ഞാൻ പാർക്കിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിലൊരു ജീവിനൊക്കെ ഉണ്ടായത് ഞാൻ ആദ്യമായിട്ട് ജീവിനെ കാണുന്നത് തന്നെ. ഇതൊരു കുഞ്ഞ് സ്മോളാണ് കേട്ടോ. അപ്പോൾ ഞാനത് സൂം ചെയ്തിട്ട് ഇങ്ങനെ എടുത്തതാണ്. കണ്ടോ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ നടന്നു ചെറിയൊരു സ്മോൾ പേനല്ലേ നമ്മുടെ തലയിലെ ചെറിയ പേൻ, ആ ഒരു ഇതാണുള്ളത് സംഭവം. എൻ്റെ മൊഞ്ച് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. നല്ല രസമുണ്ട് എന്നെ കാണാൻ. ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ്, കണ്ടോ. അങ്ങനെ മരങ്ങളും കുറേ സീറ്റും ഉണ്ട്, നല്ല കളറിലായിട്ടുള്ള സീറ്റും വെള്ളം കിടക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. കണ്ടിങ്ങനെ ഞാൻ ആസ്വദിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല വീഡിയോസ് ഇനിയും ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. ഇത് ഞാനൊരു വ്ളോഗ് പോലെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ വൺ ഡേ ഒരു ദിവസത്തെ ഒരു ഇതാണ്. കാരണം എന്താണ്, ഞാൻ ഫ്രൈഡേ പോയതാണ് കേട്ടോ പാർക്കിൽ. അപ്പോൾ ഈ പാർക്കിൽ പോയി ഇതിപ്പോൾ വൈകുന്നേര സമയമായിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു 4 മണി ആയിട്ടുണ്ട് ടൈം. അപ്പോൾ അതിൽ ഭംഗിയാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടെ രാത്രിയും കൂടി ഉണ്ടെങ്കിൽ ഞാൻ രാത്രിത്തതും കൂടി വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും.
എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു പാർക്കാണ്. വൺ ഓഫ് ദ ഫേവറേറ്റ് മൈ പാർക്ക് ആൻഡ് പ്ലേസ്. ഭയങ്കര ഇഷ്ടമാണ്. നല്ല നൊസ്റ്റാൾജിക് ഫീലിങ്ങും നല്ല റിലാക്സിങ് പീസ് ഓഫ് മൈൻഡുമാണ്. ഇങ്ങനെ പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അങ്ങനെ ആൾക്കാരെയൊക്കെ കാണാനും ഒക്കെ പറ്റുന്ന ഒരു പാർക്കാണിത്. പല പക്ഷികളും എല്ലാം ഉണ്ടാവും. ഇടയ്ക്ക് ഇവിടെ കാക്കേനെ പോലും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവയിൽ കാക്കകൾ കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു അത്ഭുതം പോലെയാണ് കാക്കേനെ കാണാൻ. പൂച്ച നാട്ടിലല്ലേ നമുക്ക് പൂച്ചനെല്ലാം അത്ര വലിയ ഇതായിട്ട് തോന്നുന്നത്. ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണ്. പിന്നെ ഇങ്ങനെ എല്ലാം കാണാൻ പറ്റുന്ന ഒരു പാർക്കാണിത്. പിന്നെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇത് മുഴുവനായിട്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റിയ ഒരു പാർക്കാണ്. ഇത് നല്ല നീറ്റാണ്. ഇവിടുത്തെ ടോയ്ലറ്റ് ആയാലും അങ്ങനെ ബാത്റൂം ആയാലും വാഷ്റൂം എല്ലാം തന്നെ നല്ല നീറ്റായിട്ട് അവർ ഇതാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്കൊക്കെ കളിച്ച് ഡ്രസ്സൊക്കെ മാറ്റണമെന്നോ മുഖം കഴുകണമെന്നോ അങ്ങനെയൊക്കെ തോന്നിയാൽ നമുക്ക് പോകാൻ തന്നെ തോന്നും. വേറൊരു പാർക്കിൽ വലിയ വലിയ പാർക്കുകളെല്ലാം ഉണ്ട് ഇവിടെ. പക്ഷെ ആ പാർക്കിലൊന്നും ഇത്ര നീറ്റായിട്ട് തോന്നലും ഇല്ല. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റണമെങ്കിൽ തന്നെ നമ്മൾ പോകാനും മടിക്കും. അത്രയും ക്ലീനേ ആയിരിക്കില്ല. അത്രയും എന്താ പറയുക, ഒരു ഫുള്ള് ചളി നിറഞ്ഞ പോലെ ആയിരിക്കുന്നുണ്ടാവുക. കച്ചറ പിടിച്ച പോലെ സ്മെല്ലടിച്ചിട്ട് നമുക്ക് അടുപ്പിക്കാൻ തോന്നില്ല ആ ഭാഗത്തേക്ക്. അത്രയും കച്ചറയായിരിക്കും. പക്ഷെ ഇവിടെ എന്താണ് നല്ലോണം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റിൽ ക്ലീനിങ് ചെയ്യുന്ന സ്ഥിരം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത് ഓരോ താൾ വരുന്നതും. പിന്നെ ഇപ്പോൾ കൊറോണ കാരണമായിട്ടാണെന്ന് തോന്നുന്നു ഈ സമയമാകുമ്പോഴേക്ക് നല്ലോണം ആൾക്കാർ വരുന്ന ഒരു പാർക്കുണ്ട്. പിന്നെ പറഞ്ഞു നമ്മൾ തന്നെ കൊറോണയായിട്ട് ഇവിടെ വന്നിട്ടേ ഇല്ല. അപ്പോൾ കൊറോണ ആയിട്ടിപ്പോൾ 6 മാസം 7 മാസമായല്ലോ. 7 മാസത്തിന് ശേഷമാണ് ഈ പാർക്കിലേക്ക് വരുന്നത് തന്നെ. അതുപോലെ തന്നെ ഇരിക്കും എല്ലാവരും. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ കുറവ്. കൊറോണ ആയതുകൊണ്ടാവണം. പക്ഷെ പിന്നെ തണുപ്പായതുകൊണ്ട് ആളുകൾ ഇല്ലയെന്നും പറയാൻ കഴിയില്ല. രാത്രികളിൽ ഒരുപാട് ആളെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നല്ല രസമാണ്. കുറേ മരങ്ങളുണ്ട്. പല മരങ്ങളും പിന്നെ ഇങ്ങനെല്ലാം നട്ട് പഠിപ്പിച്ചിട്ട് അതൊക്കെ നമുക്ക് നടക്കുന്നവർക്ക് കൂടുതലായിട്ട് നടന്ന് കാണാൻ തോന്നും. ആ രീതിയിൽ അവർ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എക്സസൈസ് യോഗ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിലാക്സിങ്ങും എല്ലാം കിട്ടും. നല്ല അടിപൊളി ചെയ്യാനും പറ്റും. എല്ലാ സൗകര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. സൈക്കിളും എല്ലാം എടുത്തിട്ടാണ് കുട്ടികൾ വരിക തന്നെ ചെയ്യുക. പിന്നെ എല്ലാ സജ്ജീകരണത്തോടു കൂടിയാണ് ആൾക്കാർ ഇവിടെ വരുന്നത് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കുക, നിസ്കരിക്കാനുള്ള സൗകര്യം എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. രാത്രി വരെ, രാവിലെ തുറന്നാൽ രാത്രി വരെ ഉണ്ട് ഈ പാർക്ക്. 10 വരെ നമുക്ക് ഇവിടെ നിൽക്കാം. അങ്ങനെയാണ് ഇത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന ഏരിയയാണ്. കണ്ടോ, മൊത്തമായിട്ട് നടന്നു പോകുന്ന ഏരിയയാണ്. ഫുള്ളും പാസിങ് ഏരിയ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. അവിടെയൊക്കെ ഇങ്ങനെ നടക്കാനുള്ള നല്ല സ്പേഷ്യസ് പോലെ ഇങ്ങനെ സൗകര്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കണ്ടോ, കുറേ മരങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ. ഇതൊക്കെ ഈന്തപ്പന മരങ്ങളാണ് കേട്ടോ. ചൂടിന് ഇവിടെ പാർക്കിൽ ഞങ്ങൾ വരാറില്ല. കാരണം ഭയങ്കര ചൂടല്ലേ. തണുപ്പിന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും പാർക്കുകളിലാണ് പോവുക. പിന്നെ ഗ്രില്ല് ചെയ്യാനും ഒക്കെ തന്നെ നല്ല അടിപൊളിയാണ്. ഈ പാർക്കിൽ ഗ്രില്ല് സൗകര്യം ഇല്ല എങ്കിലും പക്ഷെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കാൻ അവർ ഹട്ട് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഒരു വെയിലത്തൊന്നും നിൽക്കേണ്ട വെച്ചിട്ടുണ്ട്. തണൽ പോലെ ആക്കിയിട്ട് അവിടെ ഇരിക്കാൻ എല്ലാ സൗകര്യങ്ങളെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം ഇല്ല ഇവിടെ. ഗ്രില്ല് അലൗഡ് അല്ല. അപ്പോൾ ഫുഡെല്ലാം എടുത്തിട്ട് കഴിക്കാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെയൊക്കെ കണ്ട ഇങ്ങനെ ഫുള്ള് പുല്ലൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് കേട്ടോ. ഇതിലൂടെയൊക്കെ നടക്കാൻ നല്ല മഞ്ചായിട്ട്. പിന്നെ ഇത് ഇവിടെ ഒരു പൈപ്പിംഗ് സൗകര്യങ്ങൾ തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നനക്കാനും വേണ്ടിയിട്ട്. ഫുള്ളായിട്ട് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ ഇന്ന് ഒരു കൂട്ടായിട്ട് ആൾ വന്നിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ച് പിന്നെ സ്ത്രീകൾ നിസ്കാരമൊക്കെ ഇവിടെ നിന്ന് നിസ്കരിച്ച് കുട്ടികളൊക്കെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. രാത്രിയാകുമ്പോഴേക്ക് നല്ല ആളുകൾ ഉണ്ടാവും ഇവിടെ. ഇപ്പം തന്നെ നമ്മൾ വന്നതിനെക്കാട്ടും ആൾക്കാർ വന്നു. ഞാനിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഈ പച്ചപ്പിൻ്റെ ഇതിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത് ചെടിയിൽ പൂവ്, ഈ വൈറ്റ് കളർ പൂവ് കണ്ടിട്ട് ഇങ്ങനെ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു ഫോട്ടോസ് പക്ഷെ നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ കടലാസ് പൂവാണിത്. അപ്പോൾ ഇത് ഒരു കണ്ട ബോർഡർ പോലെ ആക്കിയിട്ട് നല്ല കട്ട് ചെയ്തിട്ട് നല്ല ഷേപ്പാക്കിയിട്ടുണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നാട്ടിൽ നമ്മൾ കാണുന്ന ചെടികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവർ നല്ല ഭംഗിയിൽ ഒക്കെ അടിപൊളിയിൽ കൈകാര്യം ചെയ്ത് അത്രയേ ഉള്ളൂ. അത്രയും നല്ല അടിപൊളിയിൽ അവർ കെയർ ചെയ്യും. മരങ്ങളായാലും ഒരുപാട് പറഞ്ഞ പോലെ വെച്ച് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഇരിക്കുന്നിടത്തൊക്കെ ഈ ബോർഡറൊക്കെ ആക്കിയിട്ട് നമുക്കിങ്ങനെ നല്ല തണലോ ഒക്കെ ആയിട്ട് തണൽ മരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഒരു ഏരിയ ആണിത്. കണ്ടോ, കണ്ടോ ഫ്ലവറൊക്കെ ഇങ്ങനെ വിരിഞ്ഞിട്ട് നല്ല മഞ്ചായിട്ട് ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മുടെ 10 മണി ചെടിയില്ല, അതുപോലെ ഉണ്ട് കാണാൻ. എന്താണ് അറിയില്ല, എന്താണ് ചെടി. പല രീതിയിലുള്ള ചെടികളും കാണാറുണ്ട്. അപ്പോൾ കുറേ വെറൈറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഒരു കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ചെടികളായിരിക്കും. പക്ഷെ അതൊക്കെ നല്ലോണം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ കെയർ ചെയ്തിട്ട് രണ്ട് ഫുള്ള് ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞ് അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ സംസാരിക്കാം, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സൗകര്യമാണ്. ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ ഒരു മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾക്ക് കാണുമ്പോൾ ഒരു ചെണ്ടുമല്ലിൻ്റെ അത്, പക്ഷെ അത് ചെണ്ടുമല്ലി അല്ലാന്ന് തോന്നുന്നു. എന്താണ് സംഭവം എനിക്കറിഞ്ഞൂടാ. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ അതൊക്കെ കണ്ടോ, ഇവിടെ നല്ല തണൽ ആയിരിക്കും എല്ലാ ടൈമും. കാരണം ഇത് കണ്ടോ, പിന്നെ ഇത് ചെയ്ത് വെച്ചതുകൊണ്ട് അടിപൊളിയാണ്. നെറ്റ് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടോ, ഫുള്ളും വെള്ളം, അതിനാവശ്യമുള്ള വെള്ളം മാത്രമേ കിട്ടുകയും ചെയ്യും. അങ്ങനെ ചീത്തയാവുകയൊന്നും ചെയ്യില്ല. നന്നായിട്ട് ഇവർ ശ്രദ്ധിക്കും എല്ലാ കാര്യങ്ങളും. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൊറിയർ സേഫ്റ്റി കെയർ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മരത്തിൻ്റെ താഴെ തന്നെ ഒരു പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് പൊളിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ലെവലിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഓടിക്കളിക്കാനും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ പാർക്കാണ് കേട്ടോ. UAE ദുബായിലൊക്കെ ചെറിയൊരു പാർക്കാണ്. എന്ന് ചോദിച്ചാൽ നന്ന ചെറുതല്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ എന്താണ്, ഒരു കാമൻ ക്വാക്റ്റായിട്ടുള്ള ഒരു പാർക്കും കൂടിയാണ്. ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു പാർക്കാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ നട്ട് നല്ല ക്ലീൻ ചെയ്ത് നല്ലോണം നന്നായിട്ട് ഇവർ കെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാർക്കിൽ. ഒരു ഷട്ടിൽ ബാറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന കാണാം. ഇവിടെ എല്ലാ കാഴ്ചകളും കാണാനും പറ്റും. പിന്നെ രാത്രിയാണ് കൂടുതലും ആളുകൾ പാർക്കിലുണ്ടാവുക. പൊതുവെ ഇവിടെ വെള്ളിയാഴ്ച വീക്കെൻഡ് ടൈമിലായിരിക്കും ഇവിടെ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടാവുക.
എല്ലാ ബോർഡും നമ്മളിപ്പോൾ എവിടെയെങ്കിലും എത്തിപ്പെട്ട് പോയാൽ തന്നെ വലിയ പാർക്കുകളിലാണെങ്കിൽ നമ്മളൊന്ന് ഫോൺ ചെയ്യേണ്ടി വരും. ഇവിടെ ആണെങ്കിൽ എല്ലാ ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് തന്നെ പോകാനും ഒക്കെ പറ്റും. എല്ലാം കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള കഫ്തേരിയ, ഇങ്ങോട്ടേക്ക് പോകേണ്ട ടോയ്ലറ്റ് അങ്ങോട്ടേക്കാണ് മെയിൻ എൻട്രൻസ് എവിടെയാണെന്നുള്ളതും പിന്നെ മെയിൻ സീറ്റിങ്ങും എല്ലാം ഇവിടെ സീറ്റിംഗ് ഏരിയ എല്ലാം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, എല്ലാം കാണാനൊക്കെ പറ്റും. പിന്നെ ഇതൊക്കെ ഉണ്ടാവും എല്ലാ അറ്റത്തെന്ന് പറഞ്ഞ പോലെ മരങ്ങളൊക്കെ വെച്ച് പഠിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് പാർക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേസ്റ്റൊന്നും ഇങ്ങനെ താഴെ ഇടാൻ പാടില്ല. ശരിക്കും ഇവിടെ തന്നെ അവർ ക്ലീൻ ചെയ്യും. അത്രയും മൊഞ്ചാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ സമയം ഇവിടെ 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ 5 o'clock ആയി. എല്ലാവരും കളിച്ചു. പിന്നെ ഞങ്ങൾ പോവുകയാണ്. കണ്ടോ പക്ഷികളൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷികളൊക്കെ ഇങ്ങനെ വന്ന് മരങ്ങളിലൊക്കെ பார்த்து ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരിങ്ങനെ രാത്രിയാണ് കൂടുതലായിട്ട് കാണുക. ഇതുകൊണ്ട് നമ്മളങ്ങ് പോവുകയാണ്. കൊറോണ കാലമല്ലേ, അപ്പോൾ നമ്മളങ്ങ് വിടുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേറെയും പോകാനുണ്ട്.